വെറുതെ വിടില്ല. ഞാൻ പേടിച്ചൊളിച്ചോടി എന്നല്ലേ നീയും മറ്റുള്ളവരും വിചാരിക്കുന്നത്? ഞാൻ എങ്ങോട്ട് ഒളിച്ചോടിയിട്ടില്ല. ഇവിടെ തന്നെ ഉണ്ട്, ഇവിടെ തന്നെ. നീ എന്നെ തകർത്തു, എന്റെ കൂടെയുള്ളവരെല്ലാം അകത്താക്കി. ഇത്രയും കാലം കൊണ്ട് ഞാൻ സമ്പാദിച്ചതെല്ലാം പോലീസ് കൊണ്ടുപോയി. എല്ലാത്തിനും കാരണം നീ ഒരാളാ. നിന്നെ ഞാൻ വെറുതെ വിടില്ല. നീ എവിടെയാണെങ്കിലും, നിനക്ക് ചുറ്റും എത്ര പോലീസുകാരുണ്ടെങ്കിലും അതൊന്നും ഹീരയ്ക്ക് പ്രശ്നമല്ല. നിന്നെ രക്ഷിക്കാൻ നിൽക്കുന്നവരുടെ മുന്നിൽ കൂടി തന്നെ ഞാൻ നിന്നെ കൊണ്ടുപോകും. അതെന്റെ ഒരു വാശിയാ. നീ കാത്തിരുന്നോ. നീ അവാർഡ് വാങ്ങുന്നത് കാണാൻ ഈ ഹീരം വരുന്നുണ്ട്. നമുക്ക് അടുത്ത കളി അവിടെ വച്ച് തുടങ്ങാം. ഇത്തവണ ആരാ ജയിക്കുന്നതെന്ന് നമുക്ക് കാണാം. ഫംഗ്ഷന്റെ ഡേറ്റ് എന്നാ? അത് പത്രത്തിൽ എഴുതിയിട്ടുണ്ടോ? ഫംഗ്ഷന് 3 ദിവസം കൂടിയുണ്ട്. പത്രത്തിൽ ഡേറ്റ് ഉണ്ടല്ലോ. ആഹാ, അപ്പൊ സമയം ഒട്ടുമില്ലല്ലോ. ചിന്നുവിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ വാങ്ങണ്ടേ? വക്കീൽ വീട്ടിലെ കുട്ടി ഒരു ഫംഗ്ഷന് പോകുമ്പോ അതിന്റേതായ അന്തസ്സിൽ തന്നെ പോകണ്ടേ? അതോർത്ത് അമ്മ പേടിക്കണ്ട. ചിന്നുവിന് വേണ്ട എല്ലാ സാധനങ്ങളും ഞാൻ തന്നെ വാങ്ങിച്ചോളാം. ആ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് കാര്യമില്ല. ചിന്നുവിന് എന്താ വേണ്ടതെന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അതാണ് വാങ്ങേണ്ടത്. അതിന് എത്ര വിലയാണേലും പ്രശ്നമില്ല. എനിക്ക് വേണ്ടി അച്ഛനും വെല്ലച്ചനും ഒക്കെ എന്തൊക്കെയാ വാങ്ങിയിരിക്കുന്നത്? വാട്ടർ ബോട്ടിലും ബാഗും ബുക്സും ഡ്രസ്സും. ഓ, അങ്ങനെ എന്തെല്ലാം സാധനങ്ങള്. നിനക്ക് വേണ്ടി ആരും ഒന്നും വാങ്ങിച്ചില്ല. ഒന്നുമില്ലെങ്കിലും ഫുട്പാത്തിന്നെങ്കിലും നിനക്കൊരു ജോഡി ഡ്രസ്സ് വാങ്ങിക്കായിരുന്നു. മോളെ ചിന്നു, നിനക്ക് എന്തൊക്കെയാ വാങ്ങേണ്ടെന്ന് പറ. ഡ്രസ്സ് ഷർട്ടായിട്ട് വാങ്ങിത്തരട്ടെ? പറ മോളെ. എന്തുപറ്റി? നിനക്കൊന്നും വേണ്ടേ? വേണ്ടെന്ന് അവള് പറഞ്ഞാലും ഇക്കാര്യത്തിൽ നമ്മൾ സമ്മതിച്ചു കൊടുക്കില്ല. ഒരു കാര്യം ചെയ്യും, ചിന്നുവിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഞാനും ലക്ഷ്മിയും കൂടി പോയി വാങ്ങാം. അമ്മയോ? അതെന്താ, ഞാൻ പോയാൽ ശരിയാവത്തില്ലേ? അമ്മേ, ഡ്രസ്സിന്റെ കാര്യം ഞാൻ ചിന്നുവിനോടൊന്ന് ചോദിച്ചോട്ടെ? മോളെ, നിനക്ക് ഡ്രസ്സ് വാങ്ങി തരേണ്ടത് ആരാ? ഞാനാണോ അതോ ലക്ഷ്മി അമ്മയാണോ? ലക്ഷ്മി അമ്മ വാങ്ങി തന്നാ മതി. ഇവക്കെന്തിനാ ഇപ്പൊ പുതിയ ഡ്രസ്സ് വാങ്ങിക്കുന്നേ? എന്റെ പഴയ ഡ്രസ്സ് ഒരുപാട് ഇവിടെ ഇരിപ്പുണ്ടല്ലോ. അതിലേതെങ്കിലും ഒന്ന് ഫംഗ്ഷൻ ഇട്ടാ പോരെ? പൊന്നു, നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടരുത്. ലക്ഷ്മി, ചിന്നുവിനെ ഒരുക്കിയിട്ട് വാ. നമുക്കിപ്പൊ തന്നെ പോയി എല്ലാം വാങ്ങിയിട്ട് വരാം. വാ മോളെ. അപ്പൊ നമ്മൾ ഔട്ടായി. വാ. ലക്ഷ്മിയമ്മയ്ക്ക് എന്ത് സന്തോഷം എന്നറിയോ? മിടുക്കിയ നീ. എന്താ അമ്മ കാര്യം? ചിന്നു ചേച്ചി എന്താ ചെയ്തേ? നിന്റെ ചിന്നു ചേച്ചിക്ക് വലിയ അവാർഡ് കിട്ടാൻ പോവാ. ധീരതയ്ക്കുള്ള അവാർഡ് മുൻ കേട്ടിട്ടില്ലേ? അതാ ചിന്നു ചേച്ചിക്ക് കിട്ടാൻ പോണേ. വീഡിയോ ഗെയിമാണോ ചിന്നു ചേച്ചിക്ക് സമ്മാനമായിട്ട് കിട്ടാൻ പോന്നെ? അതിനേക്കാൾ വലിയ സമ്മാനം കിട്ടാൻ പോണേ. ലക്ഷ്മി അമ്മ മോക്ക് ഉടുപ്പെടുത്തിട്ട് വരാം. എല്ലാരും കൂടെ ഇവക്ക് പുതിയ ഡ്രസ് വാങ്ങാൻ പോവല്ലേ? ഇവള് അതിട്ടാ മതി. എന്താ പൊന്നു ഇത്? അളവ് നോക്കാൻ വേണ്ടിട്ടല്ലേ നിന്റെ ഡ്രസ് എടുത്ത്? വേണ്ട, എന്റെ ഡ്രസ്സൊന്നും ഇവക്ക് വേണ്ടി എടുക്കണ്ട. ഇവളുടെ ദേഹത്ത് തൊട്ട ഡ്രസ്സൊന്നും ഞാൻ പിന്നെ ഇടില്ല. നിനക്ക് ഇത്ര മാനസില്ലാതായോ പൊന്നു? അതെ, എനിക്ക് മാനസില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ ചിഹ്നമല്ലേ വലുത്. സാരമില്ല ലക്ഷ്മി അമ്മ, എന്റെ ഉടുപ്പ് വെച്ച് തന്നെ അളവെടുത്താ മതി. ഞാൻ ടേപ്പ് എടുത്തിട്ട് വരാം മോളെ. അവാർഡ് ഫംഗ്ഷൻ നമ്മൾ പോലെ? എനിക്കറിയില്ല. എനിക്ക് സമ്മാനം കിട്ടുമ്പോ അത് കാണാൻ ലക്ഷ്മി അമ്മ വരില്ല. എനിക്കറിയില്ല എന്ന് പറഞ്ഞില്ലേ? ആദ്യം അളവെടുക്കട്ടെ.